സ്ത്രീകളാണ് അബോർഷൻ ഉണ്ടാകുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞു. സ്ത്രീകളാണെങ്കിൽ പ്രഗ്നന്റ് ആവും എന്നേ പറഞ്ഞു. അബോർഷൻ ആക്കുന്ന അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയാം. അതിന്റെ രീതിയിൽ പറഞ്ഞിട്ട് ഞാൻ എന്ത് പറഞ്ഞു. ഹായ് ഗൈസ്, നമസ്കാരം. എന്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. മേ ബി എന്റെ വീഡിയോ കാണുന്ന കുറച്ച് ആൾക്കാർക്കെങ്കിലും മനസ്സിൽ വരുന്ന ഒരു തോട്ടാണ്, കുറച്ചു കാലം രേണുസുതിക്ക് ഒരു റെസ്റ്റ് ആയിരുന്നു, ഇപ്പോൾ വീണ്ടും രേണുസുതിയുടെ ടോപ്പിക് പറഞ്ഞു വരുന്നുണ്ടല്ലോ എന്ന്. ആദ്യം തന്നെ ഞാനൊരു കാര്യം നിങ്ങളോട് വളരെ വ്യക്തമായിട്ട് പറയാം. ഞാൻ രേണുസുതി റിലേറ്റ് ചെയ്തിട്ട് രേണുസുതിയുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് രേണുസുതിയിൽ തോന്നിയിട്ടുള്ള ചില നെഗറ്റീവ്സുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യകാലങ്ങളിൽ വീഡിയോ ഇട്ടിരുന്നു. അത് കഴിഞ്ഞ് ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷമുള്ള രേണുസുതി ആളുടെ പെരുമാറ്റത്തിൽ വന്ന മാറ്റങ്ങളൊക്കെ നന്നായി ഒബ്സർവ് ചെയ്തതിന് ശേഷം എൻ്റെ വീഡിയോയിൽ ഞാൻ വളരെ വൃത്തിയായിട്ട് രേണുസുതിക്ക് മാറ്റങ്ങൾ വന്നു, രേണുസുതി നന്നായി, രേണുസുതിയുടെ ചേഞ്ചസ് കാണുന്നു, ഇവൻ ആളുടെ ഡ്രസ്സിങ് സ്റ്റൈൽ ആണെങ്കിലും എല്ലാത്തിലും ഒരു മാറ്റം വന്നു, പണ്ടത്തെ പോലെയല്ല, നെഗറ്റീവ് കോൺട്രവേഴ്സീസ് ഒന്നും ഉണ്ടാക്കുന്നില്ല, ആ രീതിയിലാണ് ഞാൻ വീഡിയോ ചെയ്തത്. പിന്നെയാണ് ശാരീരികമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ വരുന്നത്, അതിൽ വീടുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നു, ഇങ്ങനെ ചെറിയ രീതിയിലുള്ള നെഗറ്റീവ് കോൺട്രവേഴ്സീസ് ഇങ്ങനെ ഇടുന്നുണ്ടായിരുന്നു. അതിൽ രേണുസുതി പറഞ്ഞിട്ടുള്ള ഒരു കോണ്ടന്റ് എനിക്ക് പേഴ്സണലി ഒരു പെണ്ണെന്ന നിലയിൽ എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ റീസെന്റ് ഒരു വീഡിയോ ഇട്ടത്. ഞാൻ ആ വീഡിയോ ഇട്ടു, അത്യാവശ്യം ഷോർട്സ് കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഇന്ന് ഞാനിങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ കൂടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴാണ് അന്ന് പറഞ്ഞ കാര്യം ഞാൻ അങ്ങനെയല്ല പറഞ്ഞതെന്ന്. ശരിക്കും പറഞ്ഞാൽ ഞാനും ഷോക്ക്ഡായി. ഈശ്വര, രേണുസുതി പറയാത്തൊരു കാര്യമാണോ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞതെന്ന്. ഞാൻ വീണ്ടും അത് റീടേക്ക് ചെയ്ത് കേട്ട സമയത്ത് അത് തന്നെയാണ് പറഞ്ഞത്. പറഞ്ഞ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കണം, അല്ലാണ്ട് ഇവിടെ ഒന്ന് പറയാ, പിന്നെ അത് മാറ്റി പറയാ, പിന്നെ ഇപ്പുറത്ത് പറയാ, ഇതെന്ത് സ്റ്റാൻഡാണ്? ഇതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ എടുത്തിരിക്കുന്നത്. സോ എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും, കൂടെ നിങ്ങൾ ഷെയർ ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ ആദ്യത്തെ വീഡിയോയിൽ രേണുസുതി പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നമുക്ക് കേൾക്കാം. ചേച്ചി മറുപടി കൊടുത്തു, പെണ്ണാണെങ്കിൽ അങ്ങനെയൊക്കെ ആവും, അബോർഷൻ കേസോ അതൊക്കെ വരട്ടെ, പെണ്ണാണെങ്കിൽ അതൊക്കെ ഉണ്ടാവും. ഇവിടെ എവിടെയാണ് രേണുസുതി എന്ന് പറയുന്ന വ്യക്തി പ്രഗ്നൻസിനെ കുറിച്ച് പറഞ്ഞേ? അബോർഷൻ കേസോ കേക്കട്ടെ, പെണ്ണാണെങ്കിൽ അതൊക്കെ വരും എന്ന് വെച്ചാൽ ഉദ്ദേശം എന്താ? പെണ്ണുങ്ങളാണെങ്കിൽ അബോർഷനൊക്കെ വരും. എന്ത് പെണ്ണുങ്ങൾ? രേണുസുതി ആണെങ്കിൽ അബോർഷനൊക്കെ വരും എന്നുള്ളത് രേണുസുതി പറഞ്ഞോളൂ, നമുക്കൊരു കുഴപ്പമില്ല. എല്ലാ പെണ്ണുങ്ങളെയും ജനറലൈസ് ചെയ്യാനുള്ള റൈറ്റ് രേണുസുതി എന്ന് പറയുന്ന വ്യക്തിക്കില്ല. ആൻഡ് ജനറലൈസ് ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കിയ കുറച്ച് നാണുണ്ടെങ്കിൽ, കുറച്ച് സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ വന്ന് പറയണം, ഞാൻ പറഞ്ഞത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, പെട്ടെന്ന് മീഡിയക്കാർ ചോദിച്ചപ്പം എൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു പോയി, ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ട് ഒരു സ്റ്റാൻഡ്. പിന്നെ വന്ന് പറഞ്ഞേക്കുക ഞാൻ ഉദ്ദേശിച്ച പ്രഗ്നൻസിയാണ്. പ്രഗ്നൻസി എന്നൊരു വേർഡ് രേണുസുതി എന്ന് പറയുന്ന വ്യക്തി ഇതിൽ പറഞ്ഞിട്ടില്ല. അതിനുശേഷം ഞാൻ രേണുസുതിയുടെ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് രേണു പറയുന്നത് കേട്ടു, ഋതപ്പൻ ഉണ്ടാവുന്നതിന് മുമ്പ് എനിക്കൊരു വാവ ഉണ്ടായിരുന്നു, ആ വാവ ഇങ്ങനെ അബോർട്ടായി പോയിട്ടുണ്ട്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന്. ഈ സാധനങ്ങളൊന്നും രേണുസുതി അവിടെ പറഞ്ഞിട്ടില്ല. ആറ്റിറ്റ്യൂഡ് ഇട്ടുകൊണ്ട് ഞാൻ വീണ്ടും നിങ്ങൾക്ക് കാണിച്ചു തരാം. ചേച്ചി മറുപടി കൊടുത്തു, പെണ്ണാണെങ്കിൽ അങ്ങനെയൊക്കെ ആവും, ഉത്തരവാദികൾ. ഇതിൽ എവിടെയാണ് രേണുസുതി പ്രഗ്നൻസിനെ പറ്റി പറഞ്ഞേ എന്നുള്ള കാര്യം എനിക്ക് പേഴ്സണലി മനസ്സിലാവുന്നില്ല. ഞാൻ 2-3 തവണ ഇത് റിപ്പീറ്റ് ചെയ്യുന്നത് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ്. തീരെ സ്റ്റാൻഡ് ഇല്ലാത്തൊരു വ്യക്തിയാണ് ഈ രേണുസുതി എന്ന് പറയുന്നത്. വളരെ പോസിറ്റീവായി നിന്ന സമയത്ത് ഇവർക്കൊരു അഹങ്കാരം അങ്ങ് കൂടിയതാണ് എനിക്ക് പേഴ്സണലി മനസ്സിലായിട്ടുള്ളത്. കാരണം ഭയങ്കര താഴെ നിന്നതായിരുന്നല്ലോ ജനങ്ങളുടെ ഇടയിൽ. അതിൽ നിന്നൊന്ന് പൊന്തി വന്ന് റീച്ച് കിട്ടി നമ്മളെ ദിലീപിൻ്റെ മൈബോ സിനിമയിലൊരു ഡയലോഗ് ഉണ്ട്, ഞാൻ പറയുന്നില്ല, ഈ കാണാത്തവൻ കാണുമ്പോൾ ആ ഒരു സാധനം രേണുസുതിയിൽ ബാധിച്ച പോലെ ഭയങ്കര ഒരു അഹങ്കാരം. എന്ത് ജനറലൈസ് ചെയ്യുന്ന രീതിയിലാണ് ഇവരൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്? ലോകത്തിലുള്ള എല്ലാ പെണ്ണുങ്ങളെയും നാണം കെടുത്തുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ ഇവർ പറഞ്ഞിട്ടുള്ളത്? പെണ്ണാണെങ്കിൽ അബോർഷൻ നടക്കുന്നു. എന്നിട്ട് അതിനെ വന്ന് ഇപ്പം ന്യായീകരിക്കുന്ന എന്താന്ന് വെച്ചാൽ ഞാനങ്ങനെ ഒരു കാര്യമേ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞത് പ്രഗ്നൻസി എന്നാണ്, പ്രഗ്നൻസി സംഭവിക്കും, ഈ വേർഡേ ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളടോ. ഞാൻ പറയട്ടെ, ഇപ്പം ഞാനും വീഡിയോ ചെയ്യുന്ന സമയത്ത് എൻ്റെ വായിൽ നിന്നും പല വേണ്ടാത്ത കാര്യങ്ങളൊക്കെ വരും. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാനത് കട്ട് ചെയ്ത് നീറ്റ് ഭാഗങ്ങൾ മാത്രം ഇടുന്നേ ഉള്ളൂ. പക്ഷെ രേണുസുതി ചെല്ലുമ്പോൾ തന്നെ 100 ക്യാമറകൾ വരുമ്പോൾ രേണുസുതിൻ്റെ വായെന്ന് ചിലപ്പോൾ പലതും വന്നു പോകും. ഞാൻ രേണുസുതി ബൈ മിസ്റ്റേക്ക്ലി വന്നതായിരിക്കാം, പക്ഷെ മിസ്റ്റേക്ക് പറ്റുന്ന സമയത്ത് എൻ്റെ സൈഡിൽ നിന്നൊരു മിസ്റ്റേക്ക് പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ കറക്റ്റ് ചെയ്തുകൊണ്ട് നന്നായി സംസാരിക്കാൻ എന്തുകൊണ്ട് നോക്കുന്നില്ല? പകരം ഇതിനെ ന്യായീകരിച്ചൊരു ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് ഇത് ഇപ്പം കാണിച്ചു തരാം. അതാണ് ഏറ്റവും വലിയ കോമഡി. ചിരിച്ച് ഞാൻ ചത്തിട്ടുണ്ട് ആ ന്യായീകരണം കേട്ടിട്ട്.
സ്ത്രീകളാണെങ്കിൽ അബോർഷൻ ഉണ്ടാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞു. സ്ത്രീകളാണെങ്കിൽ പ്രഗ്നന്റ് ആവും എന്നേ പറഞ്ഞു. അതായത് അബോർഷൻ ആക്കുന്ന അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയാം. അതിന്റെ രീതിയിൽ പറഞ്ഞിട്ട് ഞാൻ എന്ത് പറഞ്ഞാലും ആ രീതിയിലാണ് എടുത്തത്. സ്ത്രീകളാണെങ്കിൽ അബോർഷൻ ആക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞിട്ടില്ല. സ്ത്രീകളാണോ ഒരു പെണ്ണാണ് അമ്മയാവും അല്ലേ, പ്രഗ്നന്റ് ആവും അമ്മയാവും. ഇത്ര വലിയ സംഭവം ഒന്നും അല്ലെന്ന് ഞാൻ നോക്ക് നിങ്ങൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. പെണ്ണാണെങ്കിൽ പ്രഗ്നന്റ് ആവും അമ്മയാവും. എവിടെയാ രേണുസുതി നേരത്തെ പറഞ്ഞ ഡയലോഗിൽ ഇങ്ങനൊരു വർത്താനം പറഞ്ഞത്? അമ്മ എന്ന് പറയുന്നൊരു ടേം പറഞ്ഞോ? പ്രഗ്നന്റ് എന്ന് പറയുന്ന ഒരു ടേം പറഞ്ഞോ? ഈ ആറ്റിറ്റ്യൂഡിലാണോ രേണുസുതി സംസാരിച്ചേ? ആർക്കാ എന്താ ഈ ഒരു രീതിയിലല്ലേ ഇവർ സംസാരിച്ചേ? ഇവരെ വായെന്നത് പോയി എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. ആ മനസ്സിലായതുകൊണ്ട് ഇവരിപ്പോൾ വന്നിട്ട് പറയുന്ന ഒരു സാധനമാണെന്ന് തന്നെയാണ് നമുക്കിതിനെ മനസ്സിലാവും. ആൻഡ് വേറൊരു മീഡിയക്ക് രേണുസുതി ഇതേ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരാം. കമന്റ്സ് വരുന്നത് അങ്ങനെ ഒരു ലൈഫിൽ അങ്ങനെ ഒന്നും ഉണ്ടായി. നീ എന്താ പ്രതികരിക്കാത്ത? എനിക്ക് സൗകര്യമില്ല പ്രതികരിക്കാൻ അതിനെപ്പറ്റി. മറ്റേ പുള്ളിക്കാരി പറഞ്ഞത് പ്രതികരിക്കാൻ എനിക്ക് സൗകര്യമില്ലെന്നേ. നീ എന്താ പ്രതികരിക്കാൻ? എനിക്കെന്താ, ഞാൻ എന്താ ആരെ പേടിക്കണം? എന്റെ മൂത്ത മോനും എന്റെ വീട്ടുകാരും എന്റെ കൂടെ ഉണ്ട്. പിന്നെ ഞാൻ എന്തിനാണ് ആരെ പേടിക്കണം? 22 വയസ്സുകാരന് വെളിപ്പെടുത്താൻ സൗകര്യമില്ല, അത്രേ ഉള്ളൂ. അവളങ്ങനല്ലേ പറഞ്ഞു, ഈ പറയുന്നത് അങ്ങനല്ലേ പറയുന്നത്. എനിക്ക് സൗകര്യമില്ല വെളിപ്പെടുത്താൻ. എനിക്ക് എന്റെ മൂത്ത മോനും എന്നെ അറിയാം, എന്റെ സുധിച്ചേട്ടനും അറിയാം, അവരുടെ വീട്ടുകാർക്കും അറിയാം, എന്റെ വീട്ടുകാർക്കും എന്നെ അറിയാം. പിന്നെ ആരെയാ ഞാൻ ബോധിപ്പിക്കേണ്ടത്? ആരെ ബോധിപ്പിക്കണം? നിങ്ങൾ പറയാം. കുറെ നാളായി തുടങ്ങിയിട്ട് അവളെന്താ അതിനെപ്പറ്റി ആദ്യം തന്നെ രേണുസുതി എന്ന് പറയുന്ന വ്യക്തിന്റെ അടുത്ത് ഈ കാര്യം നാട്ടുകാരെ മുഴുവൻ ബോധിപ്പിക്കാൻ ആരും പറഞ്ഞിട്ടില്ല. രേണുസുതി ലൈഫിൽ വരുന്ന എല്ലാ കോൺട്രവേഴ്സിനെയും സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആളാണ്. വീടിന്റെ കാര്യം വന്ന സമയത്ത് വീടിനെ പറ്റി നാട്ടുകാരുടെ അടുത്ത് മുഴുവൻ പറഞ്ഞു കൊടുത്തു, തെളിവെടുത്ത് കാണിച്ചു, ഇന്റർവ്യൂ കൊണ്ടുവന്നു, അച്ഛനെ കൊണ്ടുവന്നു. അതുപോലെ ഈ എല്ലാ വിഷയത്തെക്കുറിച്ചും ഇങ്ങനെ ന്യായീകരിക്കുന്ന ഒരു വ്യക്തി എന്തുകൊണ്ട് ഇങ്ങനൊരു കോൺട്രവേഴ്സി വന്നപ്പോൾ ഒന്നും മിണ്ടിയില്ല എന്നൊരു ചോദ്യം വന്നിയ. ഇത് നിങ്ങളുടെ പേഴ്സണൽ താല്പര്യമാണ്. നിങ്ങൾക്ക് പറയണമെങ്കിൽ പറയാം, പറയണ്ടെങ്കിൽ പറയേണ്ട. ഒരാളും വായിൽ കുത്തി ചോദിക്കാൻ പോകുന്നില്ല. ആൻഡ് നെക്സ്റ്റ് പിന്നെ രേണുസുതി എന്ന് പറയുന്ന വ്യക്തി ഓപ്പോസിറ്റിലെ ഇൻഫ്ലുവൻസറെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട് പലതും പറയുമ്പം അവർ രേണുസുതിനെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി അവരെ സൈഡിൽ നിന്ന് അവർ ഒരു കാര്യം പറയും. അത്രയേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. ഓക്കെ, അവളെന്താ ഇതിന് പ്രതികരിക്കാൻ സൗകര്യമില്ലെന്നേ കൊണ്ട് കേസ് കൊടുത്തു. മനസ്സിലായോ? പ്രതികരിക്കാൻ സൗകര്യമില്ല. ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാള് എന്തൊക്കെ അനുഭവിക്കുന്നു, അല്ലെങ്കിൽ മാക്സിമം ഞാൻ അനുഭവിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അത് ഏതെങ്കിലും ഒരുത്തി റീച്ചിന് വേണ്ടിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അത് കെട്ടിയെടുത്ത് ഓരോരുത്തരും ഇങ്ങനെ ഇടുന്നു. ഞാൻ ഈ പ്രതികരിക്കാൻ കൂടെ ചെയ്യണം. സൗകര്യമില്ല പ്രതികരിക്കാൻ. അതുകൊണ്ടാണ് രേണുസുതി പ്രതികരിക്കാത്തത്. അല്ലാതെ പേടിച്ചിട്ടോ ഒന്നുമല്ല. ഇത് ഇത്ര വലിയ കാര്യം. പെണ്ണായ അങ്ങനെ ആവും, അത്രേ എനിക്ക് പ്രതികരിക്കാനുള്ളൂ. മനസ്സിലായോ? ഇവരാരും ഉത്തരവാദിത്തപ്പെടേണ്ടതേ. അത് ആർക്കെല്ലാം ആരെല്ലാം രംഗത്ത് വരുന്നുണ്ടോ ഞാനാ ഉത്തരവാദി എന്ന് പറഞ്ഞു. ഈ പറയുന്ന ആരെല്ലാം കൊണ്ടുവരാന്നേ. സെയിം ഡയലോഗ് തന്നെയാണ് രേണുസുതി ഈ വീഡിയോന്റെ അവസാനം പറയുന്നത്. പെണ്ണായാൽ അങ്ങനെയാവും. രേണുസുതി, താങ്കൾ ഒരിക്കലും ആ ഒരു ഡയലോഗ് പറയരുത്. നമ്മളെല്ലാം പെണ്ണുങ്ങളാണ്, നമ്മളെല്ലാം നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മളെല്ലാം ഇങ്ങനെ പ്രഗ്നന്റ് ആവാനും അബോർട്ട് ആവാനും ഇങ്ങനെ നിൽക്കുന്ന വ്യക്തികളല്ല. രേണുസുതിക്ക് വേണേൽ പറയാം, ഞാൻ രേണുസുതി എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും, നിങ്ങൾ ആരാ ചോദിക്കാൻ എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ ജീവിതമാണ്, നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് തോന്നുന്ന പോലെ ജീവിക്കാം. പക്ഷേ വളരെ ജനറലൈസ് ചെയ്തുകൊണ്ട് എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ ചെയ്യും, പെണ്ണുങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കും, പെണ്ണുങ്ങളെല്ലാവരും ഇങ്ങനെയാണ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് വളരെ റോങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളെപ്പോഴും പറയുന്നതാണ്, ജനറലൈസ് ചെയ്തൊരിക്കലും സംസാരിക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ നിങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് ഈ ചോദ്യത്തിന് മറുപടി കൊടുക്കാം. ഞാനൊരു പെണ്ണായതുകൊണ്ട് മാത്രമാണ് ഇത് പറയുന്നത്. എന്നെ അറിയാവുന്ന ഒരു കുറച്ച് ആൾക്കാരുണ്ട്, അവർക്ക് എന്നെ അറിയാം. അതുകൊണ്ട് ഒന്നും വേണ്ട, എന്റെ മൂത്ത മകൻ എന്നെ അറിയാം. സോ അതുകൊണ്ട് ഇതല്ല, ഇനി പുതിയ ആഘോഷ കേസ് വന്നാലും ഇനി വേറെ ഇനി എന്ത് രീതി വന്നാലും ഞാൻ തകർന്നു പോകും. സ്ട്രെങ്ത് എങ്ങനെ കിട്ടിയതാണ്? ഈ അബോർഷൻ കേസ് വന്നതുകൊണ്ട് രേണുസുതി തളർന്ന് വീണ് കിടക്കുകയാണ്. രേണുസുതിന്റെ കുടുംബക്കാരെല്ലാം രേണുസുതിനെ ഒഴിവാക്കി എന്നൊന്നും നമ്മൾ ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. രേണുസുതി ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. രേണുസുതി ഇപ്പോഴും ഷോർട്ട് ഫിലിമും അല്ലെങ്കിൽ അഭിനയവും അല്ലെങ്കിൽ ഇന്റർവ്യൂസും അല്ലെങ്കിൽ ഇനാഗ്രേഷൻസും ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ആയിട്ട് രേണുസുതി ജീവിക്കുന്നുണ്ട്. രേണുസുതി കാറ് വാങ്ങി. രേണുസുതിന്റെ ജീവിതത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. അല്ലെ നമ്മൾ എന്നല്ല, ഞാൻ പൊതുവെ വിഷയം സംസാരിച്ചിട്ടില്ല. രേണുസുതിയുമായി ബന്ധപ്പെട്ടിട്ട് ആൾക്കാർ കോണ്ടന്റുകൾ ചെയ്യുന്നത് ഒരിക്കലും രേണുസുതിന്റെ ലൈഫ് നശിപ്പിക്കാനൊന്നുമല്ല. അങ്ങനെ കേട്ടിട്ട് ലൈഫ് നശിപ്പിക്കുകയാണ് എല്ലാവരുടെ ലൈഫും നശിക്കണ്ടേ? ഇതൊന്നുമല്ല. സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന കോൺട്രവേഴ്സി ആയിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ നമ്മൾ എടുക്കുന്നു, സംസാരിക്കുന്നു. ആൻഡ് ഇറ്റ് വാസ് വെരി ഹാപ്പി ദാറ്റ് രേണുസുതിന്റെ ഫാമിലിക്കും രേണുസുതിന്റെ മക്കൾക്കും രേണുസുതിനെ നന്നായിട്ട് അറിയാം എന്ന് കേട്ടതിൽ വളരെയധികം സന്തോഷം. നന്നായിട്ട് അറിയാം, നന്നായിട്ട് എന്ന് വെച്ചാൽ നന്നായിട്ട് രേണുസുതിനെ അവർക്കറിയാം.
രേണു പറയുന്നൊക്കെ വളച്ചൊടിക്കാൻ വളച്ചൊടിച്ചിട്ട് അവരുടെ റീച്ച് കൂട്ടട്ടെ. എനിക്കെന്താ, എന്നെ സംബന്ധിച്ച് അതൊന്നും ഇതല്ല. ഇതിന്റെ അപ്പുറം ചാടിക്കടമകളാണ് എനിക്ക് എന്റെ അതുകൊണ്ട് ഇതല്ല. ഇതൊക്കെ മേലെ തലയെ വന്ന് വീണാൽ പോലും ഞാൻ ഇങ്ങനെ നിൽക്കുന്നു. കാരണം എന്നെ അറിയാവുന്ന കുറച്ച് വിരലിൽ എണ്ണാവുന്ന കുറച്ച് പേര് എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. എന്നെ അറിയാവുന്ന ഒരു കുറച്ച് ആൾക്കാരുണ്ട്, അവർക്ക് എന്നെ അറിയണം. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഈ ചോദിച്ചവന്റെ തലമണ്ട അടിച്ച് പൊട്ടിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. എവിടെയാടോ ഈ വളച്ചൊടിച്ചത്? എവിടെയാടോ വളച്ചൊടിച്ചത്? ആരാടോ വളച്ചൊടിച്ചത്? അവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലെ, അവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഞാൻ എടുത്തു വെച്ച് സംസാരിച്ചിട്ടുള്ളൂ. ഈവൻ നിങ്ങൾ ആ വീഡിയോ കാണ്. നിങ്ങൾക്ക് 2 വീഡിയോസും ഞാനിത് ഇട്ട് തന്നിട്ടുണ്ട്. ഷോർട്സിലും വീഡിയോ തന്നിട്ടുണ്ട്. അവര് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണിത്. പെണ്ണായാൽ ഇതൊക്കെ നടക്കും, അല്ലാണ്ട് പെണ്ണായാൽ പ്രഗ്നന്റ് ആവും, പെണ്ണായാൽ അമ്മയാവും. ഈ 2 വേർഡ് അവിടെ ഉൾക്കൊള്ളിച്ചിട്ടില്ല. അവിടെ സംസാരിച്ചത് അബോഷനെ കുറിച്ചിട്ടാണ്. അതിനെ കൊടുത്ത മറുപടി പെണ്ണായാൽ ഇതൊക്കെ സംഭവിക്കും, അപ്പൊ പെണ്ണായാൽ അബോഷൻ സംഭവിക്കുന്നല്ലേ. ഇതിൽ എവിടെയാണ് വളച്ചൊടിക്കുന്നത്? നിങ്ങൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ തലയിലോട്ട് ചാടിയിട്ട് എന്താ കാര്യം? ഞാൻ എപ്പോഴും കാണുന്നത്, ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സൈഡിലുള്ള തെറ്റ് സമ്മതിക്കാണ്ട് നമ്മൾ ഈ റിയാക്ഷൻ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരെല്ലാവരും കൂടെ കയറി ചെയ്ത് ഞങ്ങൾ എന്തിനാ ചീത്ത പറയുന്നേ? ഞങ്ങളില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞോ, അല്ലെങ്കിൽ നിങ്ങൾ ഹിഡൻ ക്യാമറ വെച്ച് എന്തെങ്കിലും പറഞ്ഞോ? സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള, സോഷ്യൽ മീഡിയയിൽ വിഷയമായിട്ടുള്ള രേണുസുതി ഇപ്പം സംസാരിക്കുന്ന ഓൺലൈൻ മീഡിയക്കാർ രേണുസുതിയോട് ചോദിച്ച ചോദ്യം, രേണുസുതി റിയാക്ട് ചെയ്തത് അവരവരുടെ പേജിൽ ഇട്ടതാണ് ഞങ്ങൾ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യുന്നേ. എന്നിട്ട് എല്ലാത്തിനും പ്രശ്നക്കാരൻ നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന നമ്മൾ കുറച്ച് ആൾക്കാർ മാത്രം. ഞങ്ങൾക്ക് വേറെ പണിയെന്ന് നിങ്ങളോട് ആരാ പറയുന്നത്? ഇന്ന് ഇലക്ഷൻ ദിവസമാണ്, മിക്ക സ്ഥാപനങ്ങൾക്കും ഫ്രീ ഉള്ള ഒരു ദിവസമാണ്. ഞാനിപ്പോഴും എൻ്റെ ഓഫീസിലാണ്. ഞാനിവിടെ നിന്ന് ഇറങ്ങാൻ ഇനിയും ടൈമുണ്ട്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് അങ്ങനെ പറയാൻ പറ്റുന്നേ? എവിടെ വളച്ചൊടിക്കുന്നൊരു കാര്യത്തെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. വളച്ചൊടിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് എന്ത് ലാഭമാണ് കിട്ടുന്നേ? ഞാൻ വളച്ചൊടിച്ചില്ല എന്ന് 100% ഉറപ്പുള്ളത് കൊണ്ടാണ് ആ 2 പീസും ഇവിടെ എടുത്ത് വെച്ചുകൊണ്ട് ഞാൻ കോൺഫിഡൻ്റ് ആയി സംസാരിക്കുന്നത്. കോൺഫിഡൻ്റ് ആയിട്ട്, മനസ്സിലായോ? അപ്പോൾ ആരും വളച്ചൊടിച്ചിട്ടില്ല. നോക്കിയിട്ട് വിവരം, വിദ്യാഭ്യാസം, എന്താ പറയാ, ബുദ്ധി, വിവേകം ഇതൊക്കെ ഉള്ളവര് രേണുസുതിയെ നല്ല സപ്പോർട്ടാണ്. ഈ നെഗറ്റീവ് പറയുന്ന കുറെ ഊളകള്, വിവരവും ഇല്ല, വിദ്യാഭ്യാസവും ഇല്ല, കുറെ ഊളകളുണ്ട്. അവരുടെ ഒന്നും എനിക്ക് ആവശ്യവും ഇല്ല. കുറച്ച് നാൾ വിവരം, വിദ്യാഭ്യാസം. രേണുസുതി പഠിച്ചത് ഡിപ്ലോമ ഇൻ ഏവിയേഷനാണെന്ന് എനിക്കറിയാം. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് PG കഴിഞ്ഞ് ഞാൻ 4 ഡിപ്ലോമ കോഴ്സ് പഠിച്ച ആളാണ്. ഇതാണ് എൻ്റെ വിദ്യാഭ്യാസം. പിന്നെ ഞാൻ വിദ്യാഭ്യാസത്തിൽ PG പോസ്റ്റ് ഗ്രാജുവേഷൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ റാങ്ക് ഹോൾഡറാണ് ഞാൻ. ഓക്കെ. ഇനി വിവരം എനിക്ക് അത്യാവശ്യമുണ്ട്. കാരണം അത്യാവശ്യം എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് വിവരമുണ്ടോ വിവരം ഇല്ലയോ എന്നുള്ളത് വളരെ വ്യക്തമായിട്ടറിയാം. വിവേകവും ഉണ്ട്. കാരണം എനിക്ക് വിവരവും വിവേകവും ഉള്ളതുകൊണ്ടാണ് ഞാൻ നന്നായി പഠിച്ച് ഞാൻ ജോലി ചെയ്ത് ഞാനിപ്പോൾ കറൻ്റ് 3 കൊല്ലമായിട്ടൊരു സ്ഥാപനത്തിൽ ഒരു പൊസിഷനിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ്. അല്ലാണ്ട് ഇതിൽ മാത്രം നിൽക്കുന്ന ആളല്ല. പിന്നെ ഇങ്ങനത്തെ വിഷയങ്ങളെടുത്ത് സംസാരിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് വിവേകം വേണം. വിവേകമുള്ള ആൾക്കാർക്ക് മാത്രമേ വിഷയങ്ങൾ നല്ല മനോഹരമായ രീതിയിൽ ബാക്കിയുള്ളവർ കേൾക്കുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റൂ. എൻ്റെ അക്കൗണ്ടിൽ ഇപ്പോൾ 48,000 സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ ഞാൻ സംസാരിക്കുന്നത് കേട്ട് എൻ്റെ സംസാരം ഇഷ്ടപ്പെട്ട് വന്ന ആൾക്കാരാണ്. ഈവൻ ഇപ്പോൾ ഈ റീസെൻ്റ്ലി ഞാൻ ഇട്ടിട്ടുള്ള നമ്മളുടെ ദിലീപ് വിഷയത്തെക്കുറിച്ച് ബന്ധപ്പെട്ട് 5 ലക്ഷം വീഡിയോയാണ് കിട്ടി, കമൻസ് 5 ലക്ഷം വ്യൂ ആണ് കിട്ടിയത്. അതിൽ വന്ന കമൻറ്റിൽ 95% പോസിറ്റീവ് കമൻസാണ്. അതൊക്കെ എൻ്റെ വീഡിയോസ് കണ്ടുവരുന്നതാണ്. അത് വിവരവും വിവേകവും ഇല്ലാന്ന് തോന്നുന്നതാണ്. പിന്നെ ഈ അന്തം പൊട്ടം ഫാൻസിന് ചിലപ്പോൾ വിവരവും വിവേകവും വിദ്യാഭ്യാസവും ഉണ്ടാവില്ല. ആ ലിസ്റ്റിൽ എന്തായാലും എന്നെ കൂട്ടണ്ട. ഞാൻ നല്ല കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി ജോലി ചെയ്യുന്ന ആളാണ്. നിരന്തരം എടുത്തിട്ട് അവര് വിമർശിക്കട്ടെ, അവർക്ക് റീച്ച് കിട്ടണ്ടേ? അവര് മുറിക്കകത്തിരുന്ന് അല്ലെങ്കിൽ കാറിനകത്തിരുന്ന് അവര് ഫോൺ എടുത്ത് വെച്ചിട്ട് പിന്നുവിന്റെ ഭാര്യ രേണുസുതി എന്നൊക്കെ പറഞ്ഞാലേ റീച്ച് കിട്ടത്തുള്ളൂ. അവരിരുന്ന് വിമർശിക്കട്ടെ, എനിക്കെന്താ? എനിക്ക് ഒന്നുമില്ല, അത്രേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം കണ്ട് രേണു അതിനെന്തൊരു മറുപടി കൊടുക്കും. പിന്നെ മറുപടി കൊടുക്കണ്ടേ? എപ്പോഴും മിണ്ടായിരുന്നിട്ട് കാര്യമുണ്ടോ? മറുപടി കൊടുക്കും, അത്രേ ഉള്ളൂ. അത് ഷെഫീന ബീവി അല്ല, അവരുടെ അതിലും വലിയ കൂടിയ ആൾക്കാർ വന്നാലും എനിക്ക് തോന്നുവാണെങ്കിൽ രേണുസുതി മറുപടി കൊടുക്കും, ഇല്ലെങ്കിൽ ഞാൻ മൈൻഡ് ചെയ്തില്ല. അതാണ് രേണുസുതി. ഇത് രേണുസുതിയും ഷെഫീനി ബൈബിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിയാക്ഷൻ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് രേണുസുതി പറഞ്ഞത്, അവരെന്നെ പറയുന്നു, ഞാൻ തിരിച്ചു പറയുന്നു. ഓക്കെ ഫൈൻ, പറഞ്ഞോളൂ. അവർ രേണുസുതി എന്ത് ചെയ്യുന്നു, ഷെഫീനയെ പറ്റി പറയുന്നു, ഷെഫീന രേണുസുതിനെ പറ്റി പറയുന്നു, രേണുസുതി ദാറ്റ് ഹാപ്പൻസ് ലൈക്ക് എ സൈക്കിൾ. അതിൽ സംസാരിക്കാൻ ഞാൻ ആളല്ല. രേണുവിനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേണു ഓഫ് കോഴ്സ് തിരിച്ചു പറയും, അവരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു പറയും. അതിൽ പറയാനുള്ള ഒരു അവകാശം എനിക്കില്ല. ഞാൻ ഈ വീഡിയോ മെയിൻലി എടുത്തത് ഈ ഒരൊറ്റ സാധനം കണ്ടു
കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രേണുസുതി, നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തി പണ്ട് ഇൻ്റർവ്യൂവിൽ പറഞ്ഞതുപോലെ 500 രൂപ ഇല്ലാണ്ട് നിന്ന അവസ്ഥയിൽ നിന്ന് ഇന്ന് സ്വന്തമായിട്ടൊരു കാറ് വാങ്ങുന്ന ഒരു അവസ്ഥയിലോട്ട് നിങ്ങൾ എത്തിയിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് വളർന്നിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് നിങ്ങളുടെ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്. ഒരുപാട് മാസീവ് ഓഫ് നെഗറ്റീവ് കമൻസുകളും ഒക്കെ തരണം ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഈ നിലയിൽ എത്തിയിട്ടുള്ളത്. പക്ഷെ ആ നിലയിലെത്തുമ്പോൾ വന്ന വഴി ഒരിക്കലും മറക്കരുത്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പബ്ലിക് സംസാരിക്കുമ്പോൾ നോക്കിയും കണ്ടും സംസാരിക്കാൻ ശ്രമിക്കുക. വായിക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന നിലയിൽ എന്തും കയറി പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ അത് ഓഫ് കോഴ്സ് നല്ല നെഗറ്റീവായിട്ട് വരും എന്നുള്ളൊരു തിരിച്ചറിവ് സ്വന്തമായിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. സോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ.